ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പ്രോൺസ് തവ ടിക്ക ഫ്രൈ ആണ്. നമ്മുടെ കുഞ്ഞടുക്കളയിൽ ഇതെങ്ങനെ വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വളരെ കുറച്ച് എണ്ണ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഏത് പ്രായക്കാർക്കും ഇത് കൂട്ടുകയും ചെയ്യാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പ്രോൺസ് ടിക്കയാണ്. ഓവനിൽ ഒന്നും വല്ലാതെ തന്നെ നമ്മുടെ പാനിൽ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കെമിക്കലും ഇല്ല, ഒരു ആർട്ടിഫിഷ്യലും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് മാത്രം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പ്രോൺസ് ഒരു 400 ഗ്രാം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകി വെച്ചിരിക്കുകയാണിത്. നമുക്കിതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇത്: അരമുറി നാരങ്ങ നീര്, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 സ്പൂൺ മഞ്ഞൾ, ഇത് 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, തൈര് 1 സ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. പ്രോൺസ് നന്നായിട്ട് കഴുകിയിട്ട് ഈ പ്രോൺസ് എല്ലാം ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു തുണി കൊണ്ടോ തുടച്ച് വെക്കണം. ഇനി ഇതിൻ്റെ ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നെല്ലാം നമ്മൾ നോക്കണം. എല്ലാം ഉണ്ട്. പിന്നെ വേണ്ടിയത് ക്യാപ്സിക്കമാണ്. ഇത് ഞാൻ റെഡും എടുത്തിട്ടുണ്ട്, ഗ്രീനും എടുത്തിട്ടുണ്ട്. അതിലെങ്കിൽ തക്കാളി എടുക്കാം, സവാള എടുക്കാം. ഇനി നമുക്ക് ഈ പ്രോൺസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു നൂല് പോലത്തെ സാധനമുണ്ട്, അത് നിങ്ങൾ ക്ലീൻ ചെയ്ത് കളയണം. ഇനി ഇത് നമുക്ക് എല്ലാവരും മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ക്യാപ്സിക്കം. അങ്ങനെ നമ്മുടെ പ്രോൺസ് മാഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞു. മാഗ്നേറ്റ് ചെയ്ത പ്രോൺസ് എത്ര മണിക്കൂർ വെച്ചാൽ അതിന് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഞാനിപ്പോൾ 2 മണിക്കൂറാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ നാളെ വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഇത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ മതി. ഇനി നമുക്കിത് അടച്ചു വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് ഇത് നമുക്ക് പ്രോൺ സ്റ്റിക്ക ഉണ്ടാക്കാം. ബാബു സ്കിവേഴ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കാണ് പിന്നെ വേണ്ടിയത്. ഇത് എത്ര നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഇത് കരിയാതിരിക്കാനാണ് ഈ സ്റ്റിക്ക് 10-15 മിനിറ്റ് വെള്ളത്തിൽ കുറുത്ത് വെക്കണം. സ്റ്റിക്കിലോട്ട് നമുക്കിത് ഓരോന്നും കോർക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കോർക്കാം. ഒന്നെങ്കിൽ ഇത് നേരെ കോർക്കാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ കോർക്കാൻ പോകുന്നത്. കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. പ്രോൺ സ്റ്റിക്കായിക്ക് എല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത്. പഴയ ഒരു ദോശക്കല്ലിലാണ് ഇത് ചുടാൻ പോകുന്നത്. ഇത് കല്ലില്ലാത്തവർക്ക് വേണേൽ തവയിൽ യൂസ് ചെയ്യാം. കല്ലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാൻ ശേഷം നമുക്ക് തവയിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കണം. അതിനുശേഷം നമുക്ക് പ്രോൺസ് എല്ലാം നമുക്ക് ഇതിലിട്ട് 2 വശം മുരിച്ചെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്യാവുള്ളൂ. കുറച്ച് എണ്ണ കൊടുക്കാം. 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. മാഗ്നേറ്റ് ചെയ്യുന്ന പ്രോൺസ് നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും വെക്കാം. ഇപ്പം ഗസ്റ്റൊക്കെ വരുന്ന ദിവസമാണെങ്കിൽ തലേദിവസം അത് മാഗ്നേറ്റ് ചെയ്യുന്ന ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലതാണ്. എത്ര നേരം വെക്കുന്ന അത്രയും ടേസ്റ്റ് ആകത്തേ ഉള്ളൂ. ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. അതിന് ശേഷം ഒരു സൈഡ് മുറിച്ച ശേഷം അടുത്ത സൈഡ് നമുക്ക് മുരിച്ചെടുക്കാം. ഇതാ ഒരു വശം ആയിട്ടുണ്ട്. എണ്ണ കുറവെന്ന് തോന്നുമ്പോൾ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചാൽ മതി. ഇതിങ്ങനെ അടി മുട്ടണം. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാലേ ഇത് പെട്ടെന്ന് വേവത്തുള്ളൂ.
നമ്മുടെ പ്രോൺസ് ടിക്ക റെഡി ആയിട്ടുണ്ട്. ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. താങ്ക് യു.